ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് തെരേസയുടെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ? അമ്മേ, ഈ വചനം അമ്മ കണ്ടിട്ടുണ്ടോ? ലൂക്ക 13:6. അവൻ ഈ ഉപമ പറഞ്ഞു: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അല്ല അമ്മേ, ഇയാൾ മുന്തിരിത്തോട്ടത്തിൽ എന്തിനാ അത്തിവൃക്ഷം പിടിപ്പിച്ചേ? എന്നിട്ട് അതിൽ പഴമുണ്ടോന്ന് നോക്കാനും നടക്കുന്നു. എന്തൊരു ബിസിനസ് മാനേജ്മെന്റ് അപ്പോൾ അയാൾക്ക്. ഓ, അത് ഇപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ച മോളെ. പക്ഷെ എന്നാലും എന്തായിരിക്കും കാരണം? വേഗം വാ, നമുക്ക് പപ്പയോട് ചോദിക്കാം. കാറ്റഗിസം ടീച്ചറല്ലേ, വേഗം വാ. ഇപ്പൊ ഓഫീസിൽ പോകും, അല്ലെങ്കിൽ പപ്പ. പപ്പ, ആ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചോടും ഉപമയില്ലേ, അതിന് വല്ല പ്രത്യേക അർത്ഥമുണ്ടോ പപ്പേ? ഞാൻ ഓർക്കുകയായിരുന്നു, അയാളൊരു നല്ല ബിസിനസ്സുകാരനായിരിക്കും അല്ലേ പപ്പ? യെസ്, ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ്മാൻ ആരാ? ദൈവം. ഈ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷം ആരാണെന്നാണ് മോൾക്ക് തോന്നുന്നത്? അറിയില്ല പപ്പ, ഞാനാണോ ഇനി? യെസ്, ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രതീകമാണ് ഈ അത്തിവൃക്ഷം. ആ ബിസിനസ്മാൻ ഇനി അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചു വരും. ഫലം കണ്ടില്ലെങ്കിൽ പിന്നെ ആ മരം വെട്ടിക്കളയാൻ ഓർഡർ ഇടും. മോൾക്കറിയാമോ എന്താണ് അയാൾ അന്വേഷിച്ചു വരുന്ന ഫലമെന്ന്? ഇല്ല പപ്പ, എനിക്ക് പറഞ്ഞു തരാമോ? നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാർ ആയിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. യോഹന്നാൻ 15:8. ഈ വചനം മോൾ കേട്ടിട്ടുണ്ടോ? ഇതിലെ ഫലം എന്താണെന്ന് അറിയാമോ? സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന ആത്മാക്കളാണ് ഈ ഫലം. മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം എന്ന പോലെ ഈ ലോകത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ നമ്മെ കർത്താവ് പ്രത്യേകം വേർതിരിച്ച് മാറ്റി നിർത്തി ഫലം പ്രതീക്ഷിച്ച് ഉറ്റുനോക്കി കാത്തിരിക്കുന്നു. ഓരോ ക്രിസ്ത്യാനികളുടെയും ഏകസത്യ ദൈവത്തെ എല്ലാവരും അറിയാൻ ഇടവരും എന്നതായിരുന്നു ദൈവത്തിന്റെ സ്വപ്നം. സ്വർഗം മുഴുവനും അങ്ങനെ ഫലം കൊണ്ടു നിറയും എന്നതാണ് ദൈവം വിചാരിച്ചത്. അത്തിവൃക്ഷത്തിന്റെ ഫലം ശേഖരിക്കാൻ ഈശോ വീണ്ടും വരും. നമ്മൾ ലോകത്തോട് കൂട്ടുചേർന്ന് ലോകത്തിന്റേതായി ജീവിച്ചാൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഫലം ഒന്നും നൽകാനാവില്ല. നമ്മൾ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ഫലം പുറപ്പെടുവിക്കണം. ഏകസത്യദൈവമായ കർത്താവിനെ ഏറ്റുപറഞ്ഞ് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് സാക്ഷി ജീവിതം നയിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കണം. ഇതാണ് ആ ബിസിനസ്മാന്റെ ആഗ്രഹം. ഓ, അപ്പോൾ ഞാൻ ശരിക്കും അത്തിവൃക്ഷമാണ് അല്ലേ പപ്പ? ഈശോയെ സ്നേഹിക്കാതെ ലോകത്തിന്റെ പിറകെ ഓടുന്ന എന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ നല്ല അത്തിവൃക്ഷമായി ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കണം അല്ലേ? സ്വർഗസ്ഥനായ ഏകസത്യ ദൈവമായ ഈശോയിലേക്ക് ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്ന എന്റെ കൂട്ടുകാരെ അടുപ്പിക്കണം അല്ലേ പപ്പ? പണ്ട് പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഹെബ്രായർ 13:5. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അപ്പോൾ ഈശോയുടെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കണം എന്നർത്ഥമല്ലേ? നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ? മോൾ നല്ല മിടുക്കിയാണ്. ഈശോയ്ക്ക് കുറെ ഫലങ്ങൾ ശേഖരിച്ചു കൊടുക്കണം കേട്ടോ.